സീറോ മലബാർ സഭയിലെ കൊടും വില്ലൻ ആര് എന്നൊരു ചോദ്യമുണ്ടായാൽ പെട്ടെന്ന് നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങൾ ഒന്നടങ്കം പറയാൻ സാധ്യതയുള്ള ഉത്തരം ജോസഫ് പാംപ്ലാനി എന്നാണ്. ശരിയല്ലേ? പക്ഷേ നിങ്ങൾക്ക് തെറ്റി. ഇനി പോൾ തേലക്കാട്ട്, കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവരായിരിക്കും നിങ്ങളുടെ അടുത്ത ഉത്തരങ്ങൾ, അല്ലേ? അതും തെറ്റി. ഒരു ചാൻസ് കൂടി തന്നാൽ അഗസ്റ്റിൻ വട്ടോളി, കഞ്ഞിക്കോരൻ, പഞ്ഞിക്കുരു, പിന്മാറ്റ പോപ്പുലർ വീരൻ എന്നൊക്കെ കൂടി നിങ്ങൾ പറഞ്ഞേക്കാം. സോറി സുഹൃത്തുക്കളെ, ഇവരൊന്നുമല്ല. ഇവരൊക്കെ വെറും ചീളുകൾ, പാഴ്, മുഴുമുഴുത്ത മുട്ടൻ, കുറുവ, മുഷി, വരാൽ തുടങ്ങിയ കേമന്മാരുടെ ഇടയിൽ തള്ളിത്തുള്ളിപ്പായുന്ന വെറും നെറ്റിയപ്പൊന്നനും വാഴയ്ക്കാവരെയും പരലുമൊക്കെയാണ് ഇവർ. അസൽ വില്ലന്മാർ വേറെയുണ്ട്. വില്ലന്മാർ പൊതുവെ ദുഷ്ട കഥാപാത്രങ്ങളാണല്ലോ. വില്ലനെ അടിച്ച് തകർത്ത് നിലംപരിശാക്കുന്നതാണല്ലോ നായകൻ്റെ പണി. നിലംപരിശാക്കുന്നവനാണ് നായകൻ, അഥവാ നായകൻ വില്ലനെ നിലംപരിശാക്കിയിരിക്കണം. എന്നാൽ വില്ലനെ തളയ്ക്കാൻ പോകുന്ന നായകനല്ലാത്ത മറ്റൊരു കക്ഷി വന്നാൽ അയാളെ നല്ല വില്ലൻ എന്ന് വിളിക്കാം. ശരിയല്ലേ? സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കിടയിലും അങ്ങനെ ചില നല്ല വില്ലന്മാരുണ്ട്. പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ല. തെളിവുകളൊന്നുമില്ലല്ലോ. അതാരാണ്? സാംബശിവൻ്റെ ഒഥല്ലോ എന്ന കഥാപ്രസംഗം കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ആ കഥാപ്രസംഗത്തിന് ആധാരമായ ഷേക്സ്പിയർ നാടകം ഒട്ടുമിക്ക മലയാളികളും വായിച്ചിട്ടുണ്ടാവും, കുറേ പേർ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ 37 നാടകങ്ങളിലെ 4 ട്രാജഡികളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഒഥല്ലോ. നായകൻ ഒഥല്ലോയും നായിക ഡെസ്ഡിമോണയും ശ്രോതാക്കളെ, വായനക്കാരെ എത്രയധികം ആകർഷിച്ചുവോ അത്ര തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതിലെ വില്ലൻ കഥാപാത്രം ഇയാഗോയും. കിത്തനെ ആദ്മി ഥേ, ദോ ആദ്മി और तुम तीन फिर भी वापस आ गया എന്ന് പറഞ്ഞ് കൂളായി 3നും നേർക്ക് വെടിയുതിർത്ത് അട്ടഹസിക്കുന്ന ഷോലയിലെ ഗബ്ബർ സിംഗിനെ നമ്മൾ എത്ര വെറുത്തു. ആ ഗബ്ബർ സിംഗിനേക്കാൾ കൊടിയ വില്ലനാണ് ഇയാഗോ. അയാളെ സാംബശിവൻ വിശേഷിപ്പിക്കുന്നത് 100 ശകുനി സമം ഒരു ഇയാഗോ, 400 നാരദൻ സമം ഒരു ഇയാഗോ എന്നാണ്. അത്രയ്ക്ക് തികഞ്ഞ വില്ലൻ. സൗമ്യരും നന്മ നിറഞ്ഞവരുമായ മാതൃകാ വ്യക്തികളായിട്ട് തികഞ്ഞ വില്ലന്മാർ സ്വയം അവതരിപ്പിക്കുന്നു എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. അതൊരു അസാമാന്യ പകർന്നാട്ടമാണ്. ആർക്കും ഒരു സംശയവും തോന്നില്ല. അത്രയ്ക്ക് മികച്ച അഭിനയക്കാർ. ഡ്രാക്കുള പോലുള്ള കഥാപാത്രങ്ങളെ കാണുമ്പോൾ തന്നെ പേടിയാകും. എന്നാൽ അസൽ വില്ലന്മാരെ കാണുമ്പോൾ ആർക്കും പേടി തോന്നില്ല എന്ന് മാത്രമല്ല, ഒത്തിരി ഇഷ്ടം തോന്നുകയും ചെയ്യും. അവർ ചിരിച്ചുകൊണ്ട് കുത്തിക്കൊല്ലും, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അടിവയറ്റിൽ കത്തികയറ്റും, പിന്നെയും ചിരിച്ച് ഉമ്മ വെക്കും. തൻ്റെ സൈനികനായ ലഫ്റ്റനൻ്റായ കാഷ്യോയ്ക്ക് നായകനായ സർവ്വസൈന്യാധിപൻ ഒഥല്ലോയുമായുള്ള അടുപ്പം കണ്ടിട്ട് അസൂയ മൂത്ത ഇയാഗോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കിൽ ചാടിക്കണമെന്ന് ദീർഘനാളായി വിചാരിക്കുന്നു. പല പദ്ധതികൾ മെനയുന്നു, പല വിദ്യകൾ പ്രയോഗിക്കുന്നു. ഡെസ്ഡിമോണയുമായി കാഷ്യോയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും ഡെസ്ഡിമോണയ്ക്ക് ഒഥല്ലോ പണ്ട് പ്രേമസമാനമായി കൊടുത്ത തൂവാല ഇപ്പോൾ കാഷ്യോയുടെ കയ്യിലാണെന്നും വരെ അയാൾ ഒഥല്ലോയെ പറഞ്ഞ് കേൾപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇയാഗോ തൻ്റെ ഭാര്യ എമീലിയെ കൊണ്ട് തട്ടിയെടുപ്പിക്കുന്നതാണ് ആ തൂവാല. കഥയെല്ലാം കേട്ട് കെണിയിൽ വീണു പോവുകയാണ് ഒഥല്ലോ. കാഷ്യോയെ അയാൾ പിരിച്ചുവിട്ടു, ഡെസ്ഡിമോണയുമായി പിണങ്ങി ചെകിട്ടത്തടിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഇയാഗോ സ്വയം പറഞ്ഞ് ചിരിക്കുകയാണ്, എൻ്റെ മരുന്ന് ഏൽക്കുന്നുണ്ട്. ഷോലെ സിനിമ കണ്ടപ്പോൾ ഗബ്ബർ സിംഗിനോട് ആളുകൾക്ക് തോന്നിയ പകയും വെറുപ്പും 10 ഇരട്ടിയാകും ഇയാഗോയെ കാണുമ്പോൾ. ഒടുവിൽ ഒഥല്ലോ എന്ന കാട്ടുകറുമ്പൻ പ്രേമിച്ച് ഭാര്യയാക്കിയ ഡെസ്ഡിമോണ എന്ന അപ്സരസിനെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയാണ്. ഇയാഗോയെ കൂടി വാളിനിരയാക്കിയിട്ട് ഒഥല്ലോ സ്വയം വാൾ നെഞ്ചിലിറക്കി മരിക്കുകയുമാണ്. നമ്മുടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ പോലെ. ഇങ്ങനെയൊക്കെ ആണല്ലോ ദുരന്ത കഥകളും കഥാപാത്രങ്ങളും. ലോകത്തെല്ലായിടത്തും സാഹിത്യ സിനിമാ സൃഷ്ടികളിലൊക്കെ പേരെടുത്ത വില്ലന്മാരുണ്ടെങ്കിലും ഇതുപോലെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ കുറവായിരിക്കും. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റുന്ന ഒരാളുടെ ലക്ഷ്യവും ആഗ്രഹവും അടുത്ത പ്രൊമോഷൻ എപ്പോൾ എങ്ങനെ ഒപ്പിക്കും എന്നായിരിക്കും. പോലീസ് കോൺസ്റ്റബിൾ നോക്കുന്നത് SI പദവി എന്ന് കിട്ടും എന്നായിരിക്കും. പിന്നെ SP ആകണം, DGP ആകണം, ക്ലാർക്കിന് സൂപ്രണ്ടാകണം, അങ്ങ് തലപ്പത്തെത്തണം.
അങ്ങനെ നോക്കാത്ത ആരുണ്ട്? പട്ടം കിട്ടിയാലുടനെ പുത്തൻ കത്തനാരന്മാരിൽ ഭൂരിഭാഗവും നോക്കുന്നത് സഭയുടെ ചെലവിൽ വിദേശത്ത് പോയി ഒരു PhD എടുക്കണം, പിന്നെ ആരുടെയെങ്കിലും കാല് പിടിച്ചോ കാല് വാരിയോ മെത്രാനാകണം, പറ്റുമെങ്കിൽ എന്ത് കളി കളിച്ചും പോപ്പാകണം. ആ മോഹം പാംപ്ലാനിക്ക് വല്ലാതെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മെത്രാൻ പാംപ്ലാനിയെ ശരിക്കും അഴിച്ചുവിട്ടു, പൂട്ടാൻ വേണ്ടി തന്നെ. ദൈവവിശ്വാസമോ ദൈവഭയമോ മനുഷ്യരോട് ബഹുമാനമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പാംപ്ലാനിയെപ്പോലൊരു മഹാവില്ലൻ സീറോ മലബാർ സഭയുടെ അമരത്ത് വന്നത് എങ്ങനെയെന്ന് വിശ്വാസികളടക്കമുള്ള സകലരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരം ആർക്കും കിട്ടുന്നില്ല. പക്ഷേ അതിനുത്തരമുണ്ട്. അയാളാണ് ഈ കഥയിലെ നായകൻ, ഈ സിനഡിലെ വില്ലൻ. ശരിക്കു പറഞ്ഞാൽ ഒരൊറ്റ ആടിപൊളി വില്ലൻ. പാംപ്ലാനിയെ മെത്രാപ്പൊലിത്തൻ വികാരിയാക്കി നിയമിക്കാൻ ശുപാർശ ചെയ്ത് സകല കരുക്കളും നീക്കി അവരോധിച്ച സൂത്രധാരൻ മെത്രാൻ ഇടയ്ക്കിടെ മുറിയടച്ച് കണ്ണാടിയിൽ നോക്കി കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ മരുന്ന് ഏറ്റിട്ടുണ്ട്. എന്തായിരുന്നു വില്ലൻ മെത്രാൻ്റെ ഗൂഢപദ്ധതിയുടെ ലക്ഷ്യവും കാരണവും? ആ വിശുദ്ധ മെത്രാന് പണ്ടേ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പാംപ്ലാനിയെ ഇപ്പോൾ തന്നെ പേടിക്കണം. മേജർ ആർച്ച് ബിഷപ്പാകാൻ പാംപ്ലാനി എന്ത് കളിയും കളിക്കും. കാരണം 10 വർഷം കഴിഞ്ഞ് എന്തായിരിക്കണം എന്ന് 20 വർഷം മുൻപേ പദ്ധതിയിടുന്ന കുശാഗ്ര ബുദ്ധിക്കാരനാണ് പാംപ്ലാനി. പാംപ്ലാനി മേജർ ആർച്ച് ബിഷപ്പായാലത്തെ അവസ്ഥ ഓർത്തിട്ട് പേടിയാകുന്നു എന്ന് അയാൾക്ക് തോന്നാറുണ്ട്. അതിന് തടയിടാൻ അയാളെ വികാരിയാക്കിയാൽ മതി. അവിടെ ഇരുന്ന് അയാൾ പരമാവധി നാറ്റിക്കാനുള്ള സൂത്രങ്ങളും അയാൾ തന്നെ ഒരുക്കി. എടോ പാംപ്ലാനി, എന്ത് വന്നാലും നീ എറണാകുളം വിമതരുടെ കൂടെ നിൽക്കാവൂ. അവരുടെ സപ്പോർട്ടില്ലാതെ തനിക്ക് മേജർ ആർച്ച് ബിഷപ്പാകാൻ പറ്റില്ല, സൂക്ഷിച്ചു. അതുകൊണ്ട് താൻ എന്ത് വന്നാലും മേജർ ആർച്ച് ബിഷപ്പ് ആകണം, എറണാകുളംകാരുടെ കൂടെ നിൽക്കണം. ഇങ്ങനെയൊക്കെ അങ്ങേര് ഉപദേശിച്ചു കൊടുത്തു. കുരങ്ങിൻ്റെ അരയിൽ കയറുകെട്ടി തെരുവിൽ വിട്ട് അഭ്യാസങ്ങൾ കാണിക്കുന്ന നാടോടിയെ കണ്ടിട്ടില്ലേ? ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ കുരങ്ങനെ എന്തും കാണിക്കും. അതുപോലെ പാംപ്ലാനി അങ്ങ് അഴിച്ചുവിട്ടു. അതോടെ നാട്ടുകാർ അയാളെ ചവിട്ടി എറിയാനുള്ള ഒരുക്കത്തിലായി. അയാൾ പടം മടക്കി പെട്ടിയെടുത്ത് തലശ്ശേരിക്ക് പായും എന്ന് ഈ വില്ലന് മുന്നേ അറിയാമായിരുന്നു. പടം മടക്കി പെട്ടിയെടുത്ത് തലശ്ശേരിക്കുള്ള വണ്ടി കയറാൻ പാംപ്ലാനി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സിനഡിൽ അയാളുടെ വിധി എഴുതപ്പെടും. പിന്നിൽ കളിച്ച വില്ലൻ ഇപ്പോഴും കുലുങ്ങിച്ചിരിക്കുന്നു. എൻ്റെ മരുന്ന് ഏറ്റിട്ടുണ്ട്.